UDFിനെ സംബന്ധിച്ചിടത്തോളം ജി സുധാകരനെ പോലെ ഒരാൾ അവർക്ക് പിന്തുണയ്ക്കാൻ പറ്റുന്ന ഭാഗത്തിൽ LDF വിരുദ്ധനായി LDFിനെതിരായി സ്വതന്ത്രനായി മത്സരിക്കുന്നത് ഒരു സുവർണാവസരം തന്നെയാണ്. പ്രതിപക്ഷ നേതാവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വിസ്മയമാണ്. ജി സുധാകരൻ UDFിന് വിസ്മയമാണ്. മാത്രവുമല്ല, പ്രതിപക്ഷത്തിന് പോലും സുധാകരനെതിരെ പ്രത്യേകിച്ച് അഴിമതി ആരോപണവും മറ്റു കാര്യങ്ങളോ പറയാനില്ല. രമേശ് ചെന്നിത്തല പറഞ്ഞ് ശരിയാണ്, അദ്ദേഹത്തെ പോലെ ഒരാൾ നിയമസഭയിൽ ഉണ്ടായിരിക്കണം. അത് ഭരണപക്ഷമാണോ പ്രതിപക്ഷമാണോ എന്നുള്ളതല്ല. പിന്നെ സുധാകരൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ ഗവൺമെന്റിനെതിരായി ഒന്നും പറയാൻ പോകുന്നില്ല, ഞാൻ മുഖ്യമന്ത്രിക്കെതിരായി ഒന്നും പറയാൻ പോകുന്നില്ല, ഞാൻ അങ്ങനെയുള്ള പബ്ലിക് പ്രസംഗങ്ങൾക്ക് പോകുന്നില്ല. തീർച്ചയായും ഇത് സുധാകരന് വലിയ തോതിലുള്ള പിന്തുണ പാർട്ടി അണികളിൽ നിന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പാർട്ടി അണികൾ വല്ലാതെ ആശങ്കാകുലരാണ് പാർട്ടിയുടെ ഗതിയിൽ. അപ്പോൾ ഒരടി കൊടുത്ത് പാർട്ടിയെ ഒന്ന് ബോധ്യപ്പെടുത്തണം, ഇങ്ങനെയല്ല പോകേണ്ടത് എന്നതിനൊരവസരമായി പാർട്ടി അണികൾ ഇതെടുക്കും. അപ്പൊ UDF പിന്താങ്ങുന്നു, സ്വാഭാവികമായി UDF പിന്താങ്ങും. UDF പിന്താങ്ങുമ്പോൾ പല ചോദ്യങ്ങൾ ഉയരാം. ഒന്ന്, അത് സുധാകരൻ തന്നെ ഇന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട്. വളരെ രസകരമായിരുന്നു മറുപടി. തൻ്റെ അനുജൻ ഭുവനേശ്വരൻ പന്തളം കോളേജിൽ കൊല്ലപ്പെട്ടത് KSUക്കാരാലാണ്. യഥാർത്ഥത്തിൽ KSU അല്ല, DSU ആയിരുന്നു അദ്ദേഹം പറയുന്നത്. NSSന്റെ രാഷ്ട്രീയ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്, NDPയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം. അന്ന് അങ്ങനെ ഒരു പാർട്ടി ഉണ്ടായി. ആ പാർട്ടിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് മുന്നിൽ നിന്ന് സുധാകരനെ അനിയനെ ഭുവനേശ്വരനെ ആക്രമിച്ചത്. പക്ഷെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഭുവനേശ്വരനെ കൊന്ന ആളുകളുടെ കൂടെ ഞാൻ കൂടി എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ അത് രാഷ്ട്രീയമേ അല്ല എന്നാണ്. അതിന് അദ്ദേഹം പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അദ്ദേഹം പറയാത്ത ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ ഞാനൊരു കാര്യം പറയും, അദ്ദേഹം പറയുന്നതിന് OK വാസു എന്ന് പറയുന്ന ഒരു RSSകാരനെ പാർട്ടിയിൽ എടുക്കുകയും അദ്ദേഹത്തെ എന്തോ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റോ കർഷക സംഘത്തിന്റെ നേതാവോ എന്തൊക്കെ ആക്കുകയും ചെയ്തു. ആരാ OK വാസു? CPMകാരെ കൊന്ന കേസിലെ കൊലക്കേസിലെ പ്രതിയാണ് വാസു. പ്രതിയെ വാസുവിനെടുത്തു. പട്ടാമ്പി കോളേജിൽ സെയ്താലി എന്ന് പറയുന്ന സഖാവിനെ, അത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാനന്ന് SFIയിലുണ്ട്, SFI തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയാണ്. ആ സഖാവിനെ വെട്ടിക്കൊന്ന ശങ്കരനാരായണൻ എന്ന് പറയുന്ന ഒരാള് പേര് മാറി കുന്നംകുളം MLA ആയി. CPM പറയണം, അതിൽ 12ാം പ്രതി ശങ്കരനാരായണൻ സെയ്താലി വധക്കേസിലെ 12ാം പ്രതിയാണ്. ഇപ്പൊ അദ്ദേഹം ബാബു ബാലിശ്ശേരി ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ട് അത് പറയാൻ പാടില്ല. പക്ഷെ അദ്ദേഹം കുന്നംകുളം MLA ആയി എന്നത് ഒരു സത്യമാണ്. ഇനി സുധാകരൻ പറഞ്ഞ മറുപടിയിലേക്ക് വരാം. ഭുവനേശ്വരന്റെ കാര്യത്തിൽ പാർട്ടി എന്താ ചെയ്തത്? ഒന്നും ചെയ്തില്ല. അവസാനം ഭുവനേശ്വരന്റെ പേരിൽ SFI ഒരു സ്കോളർഷിപ്പ് ഇട്ടു, അതിന്റെ പണം ബാങ്കിലിട്ടു. അത് ഇപ്പൊ SFIക്ക് ഓർമ്മ പോലും ഇല്ല. SFI സഖാക്കൾ തന്നെ പന്തളത്തൊരു പട്ടിയെത്താൽ രക്തസാക്ഷിയാവുമോ എന്ന പാട്ടുപാടി. അപ്പോഴും പാർട്ടിക്കാർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. അതുമാത്രമല്ല, ഭുവനേശ്വരന്റെ കേസ് നടത്താൻ വീട്ടിലെ ആഞ്ഞിലി വെട്ടി വിറ്റിട്ടാണ് ഞാൻ പോയത്. ഇത്രയൊക്കെ പറയുന്ന ഇവർക്ക് ഭുവനേശ്വരന്റെ പേരിൽ എന്നെ ചോദ്യം ചെയ്യാൻ എന്താ അവകാശം? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇപ്പൊ കോൺഗ്രസുമായി CPM കേരളത്തിലെ വാളയാർ കടന്നാൽ സഖ്യത്തിലല്ലേ? തമിഴ്നാട്ടിൽ DMKയും കോൺഗ്രസും CPMഉം CPIയും മുസ്ലിം ലീഗും സഖ്യത്തിലാണ്. അപ്പൊ കോൺഗ്രസ് എന്തോ ഒരു കുഴപ്പമുള്ള പാർട്ടിയാണ് എന്ന് പറയാൻ പറ്റില്ല. രാജസ്ഥാനിൽ ഒരു MP ഉണ്ടായത് കോൺഗ്രസിന്റെ പിൻബലത്തിലാണ്. അങ്ങനെയാണ് ദേശീയ പാർട്ടി പദവി കിട്ടുന്നത്. ബംഗാളിൽ കോൺഗ്രസും CPIയും ഒന്നിച്ചാണ് മത്സരിച്ചത്. CPM പല സ്ഥലങ്ങളിലും അങ്ങനെ ചെയ്യുന്നുണ്ട്, ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം ഇന്നത്തെ രാഷ്ട്രീയം അതാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാരുടെ പിന്തുണ തേടി എന്നത്, പിന്തുണ നൽകി എന്നത് എന്തെങ്കിലും വലിയ കുറ്റമായി കാണാൻ ഇവരെ കൊണ്ടാവില്ല. അതുകൊണ്ട് UDF പിന്തുണച്ചാൽ UDFന്റെ ഇഷ്ടം, പിന്തുണച്ചാൽ അപ്പോൾ അതിനോട് പ്രതികരിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. രമേശ് ചെന്നിത്തല മാത്രമല്ല, KPCC പ്രസിഡന്റും അത് ഏതാണ്ട് ഇതേ രൂപത്തിൽ പാർട്ടി ആലോചിച്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് ഒരു വിഷ്വൽ കണ്ടത്, ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് DCC പ്രസിഡന്റായിരുന്ന ഷുക്കൂർ, അദ്ദേഹമാണ് അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥി എന്നാണ് നമ്മൾ കേട്ടിരുന്നത്. അദ്ദേഹം ഓപ്പണായി പറഞ്ഞു, സുധാകരനെ പോലെ ഒരാൾ സ്വതന്ത്രമായി മത്സരിക്കുകയാണെങ്കിൽ ഞങ്ങൾ പിന്താങ്ങും, സുധാകരൻ ജയിക്കുകയും ചെയ്യും. ഈ അടുത്ത കാലം വരെ ഇടത് നിരീക്ഷകനായിരുന്ന ഹക്സർ ഇന്ന് രാവിലെ ജി സുധാകരനെ നേരിട്ട് കണ്ട് സംസാരിച്ചു. അത് ഈ പത്രസമ്മേളനത്തിന് മുമ്പാണ്. അദ്ദേഹവും പറഞ്ഞു, അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ UDFന്റെ പിന്തുണ നൽകാം. അർത്ഥത്തിൽ UDF അങ്ങനെ പിന്തുണ നൽകിയാൽ സുധാകരൻ എന്താ കുഴപ്പം? കോൺഗ്രസിന്റെ പിന്തുണയോടെ കേരളത്തിന് പുറത്ത് എല്ലാ സ്ഥലത്തും
വിജയിക്കുന്ന CPM-ന് കേരളത്തിൽ സുധാകരനെ പോലൊരു കമ്മ്യൂണിസ്റ്റുകാരന് കോൺഗ്രസ് പിന്തുണ നൽകിയാൽ അതെന്തോ വലിയ മാരകമായ പ്രശ്നമാണ് എന്ന് പറയാൻ പറ്റുമോ? CPM ഒരു അഖിലേന്ത്യാ പാർട്ടിയല്ലേ. ഒരു അഖിലേന്ത്യാ പാർട്ടിക്ക് ഒരു അഖിലേന്ത്യാ തലത്തിലൊരു നയമുണ്ട്. കേരളത്തിൽ വേറൊരു നയം എന്ന് പറയാൻ പറ്റില്ല. കോൺഗ്രസ് അസ്പൃശ്യമായ ഒരു കക്ഷിയല്ല. ഇന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷമാണ്. BJP-ക്കെതിരായി ഉള്ള ഏറ്റവും വലിയ വാൾമുന 100 അംഗങ്ങൾ ഇന്ന് പാർലമെന്റിൽ അവർക്കുണ്ട്. CPM-ന് 4 അംഗങ്ങളാണ് ഉള്ളത്. ഭാരതത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പ്രസക്തമാണ്, ഏറെ പ്രസക്തമായ ഒരു കാലമാണ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ പിന്തുണ കിട്ടിയാൽ അത് തെറ്റാണ് എന്ന് താൻ കരുതുന്നില്ല എന്നാണ് സുധാകരൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കൊരു പണി കൊടുക്കണം, പാർട്ടി ഒന്ന് പഠിക്കാനുണ്ട് എന്ന് വിചാരിക്കുന്ന സഖാക്കളുടെ പിന്തുണ കൂടി കിട്ടിയാൽ അമ്പലപ്പുഴയിൽ UDF-ന്റെ പിന്തുണയോടെ സുധാകരൻ സഖാവിന് ജയിക്കാൻ കഴിയും എന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ.